ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. മോദി സർക്കാരിനെതിരെ ഏറ്റുമുട്ടാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ശിവസേന. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെയും പരിഷ്കരണങ്ങളെയും പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ശിവസേന. NRCയും പൗരത്വ ഭേദഗതി നിയമവും രാജ്യത്തെ സാധാരണക്കാരന് തൊഴിലവസരങ്ങൾ നൽകുന്നില്ല, പാവപ്പെട്ടവന്റെ വിശപ്പും മാറ്റുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അനാവശ്യമായ വിവാദങ്ങൾ പരിഹരിച്ചുകൊണ്ട് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന പച്ചക്കറികളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും വില നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ എന്നാണ് ശിവസേനയുടെ മുഖപത്രമായ സാമ്നയിൽ കുറിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ശിവസേന ഉന്നയിച്ചിരിക്കുന്നത്. CAAയും NRCയും രാജ്യത്ത് തൊഴിലുണ്ടാക്കില്ല, തൊഴിൽ സൃഷ്ടിക്കാൻ സർക്കാരിന് ഒരു പദ്ധതിയുമില്ല, ഇപ്പോൾ തൊഴിലെടുക്കുന്നവർക്ക് പോലും ഇത് നിലനിൽക്കുമെന്ന് ഉറപ്പുമില്ല. ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ നിങ്ങൾ രാജ്യദ്രോഹികളാക്കി മുദ്ര കുത്തുകയാണ്. രാജ്യത്തെ സാധാരണക്കാർ പണപ്പെരുപ്പത്തിൽ പൊറുതിമുട്ടുകയാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ ജനങ്ങൾ സർക്കാരിനെതിരെ തിരിയുമെന്നും ശിവസേന മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യയിലെ തർക്കങ്ങൾ, US ചൈന വ്യാപാര യുദ്ധം എന്നിവയെല്ലാം സമകാലിക പ്രശ്നങ്ങളാണ്. പക്ഷേ തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയ്ക്കും പണപ്പെരുപ്പത്തിനുമെതിരെ തുടർച്ചയായ രണ്ടാം തവണയും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയിട്ടും BJP സർക്കാർ സ്വീകരിച്ച നയങ്ങൾ എന്താണ് എന്ന ചോദ്യവും ശിവസേന ഉന്നയിച്ചിട്ടുണ്ട്. റോക്കറ്റ് വേഗത്തിൽ കുതിക്കുന്ന പണപ്പെരുപ്പം സാധാരണക്കാരന് താങ്ങാനാവുന്നതിലും അധികമാണ്. 2014 അധികാരത്തിലേറാൻ ഉപയോഗിച്ച ജനങ്ങളെ ഇപ്പോൾ അതേ കാരണത്താൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നും ശിവസേന ആരോപിച്ചു. നിങ്ങൾ പറയുന്ന അച്ഛേ ദിൻ വന്നോട്ടെ, പക്ഷേ ഈ മണിക്കൂറിലെ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കൂ എന്നാണ് ശിവസേന പറഞ്ഞത്. BJPയുമായുള്ള സഖ്യം ഉപേക്ഷിച്ചതിനു ശേഷം നിരന്തരം വിമർശനവുമായി ശിവസേന രംഗത്തെത്താറുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.